ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന മൊഡ്യൂളിൽ ക്യാപിറ്റൽ കൺവേർഷൻ മെത്തേഡ് എന്ന ടെക്നിക്കിൽ അടുത്ത ഒരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തതാണ്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. മിസ്റ്റർ ഇൻകംപ്ലീറ്റ് സ്റ്റാർട്ടഡ് എ സ്മോൾ റീറ്റെയിൽ ഷോപ്പ് ഓൺ 1st January 2014 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 25,000. സോ 1st January 2014 ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ് തന്നിട്ടുണ്ട്? 25,000 rupees ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഓൺ 31st December 2014, അതായത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഓൺ 31st December 2014 എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഹി ഹാഡ് ക്യാഷ് ഇൻ ഹാൻഡ് 3,000, ക്യാഷ് അറ്റ് ബാങ്ക് 7,500, സ്റ്റോക്ക് 6,500, ഡെറ്റേഴ്സ് 12,000, ഫർണിച്ചർ 6,000 ആൻഡ് സൺട്രി ക്രെഡിറ്റേഴ്സ് 5,000. സി, ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ എത്ര എന്ന് തന്നിട്ടില്ല. ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ തന്നിട്ടില്ല. പകരം ക്ലോസിംഗ് ഡേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ അസറ്റുകളും ഒരു ലൈബിലിറ്റിയും തന്നിട്ടുണ്ട്, അല്ലേ? അതായത് ക്യാപിറ്റൽ എത്രയാണ് തരുന്നതിന് പകരം ക്ലോസിംഗ് ഡേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ അസറ്റുകളുടെ പേരും ഒരു ലൈബിലിറ്റിയുടെ പേരും തന്നിട്ടുണ്ട്. സോ ഈ സൂചന അനുസരിച്ച്, ഈ ഒരു ഹിന്റ് അനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചതാണ്. നമ്മൾ ആദ്യത്തെ +1 ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പഠിക്കുന്നതാണ്. ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കും. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കും. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റി ആയിരിക്കും. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റി ആയിരിക്കും. സോ നമ്മൾ ഇവിടെ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന അസറ്റ് എല്ലാം ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന അസറ്റ് ഏതൊക്കെയാണ്? ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഫർണിച്ചർ. ഇത്രയും അസറ്റിന്റെ ടോട്ടൽ എടുക്കുക. അതിൽ നിന്നും തന്നിരിക്കുന്ന ലൈബിലിറ്റി ഏതാ? ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് കുറച്ചാൽ ബാലൻസ് എമൗണ്ട് ക്യാപിറ്റൽ ആയിരിക്കും. കാരണം അക്കൗണ്ടിങ് ഇക്വേഷൻ അങ്ങനെയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസറ്റ് മൈനസ് ലൈബിലിറ്റി ആണ്. ഓക്കെ, സോ അങ്ങനെ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ചെയ്ത് നോക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. സി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഹെഡിങ് ലൈബിലിറ്റീസ് എന്നും അസറ്റ് എന്നുമാണ്. ഇവിടെ ഹെഡിങ് ലൈബിലിറ്റി അസറ്റ്. പക്ഷേ ഇതിന്റെ പേര് ബാലൻസ് ഷീറ്റ് എന്ന് എഴുതി വെക്കരുത്. കാരണം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡമ്മി ബാലൻസ് ഷീറ്റ്. ഇത് ബാലൻസ് ഷീറ്റിന്റെ ഒരു വേറൊരു രൂപമാണ്. ഓക്കെ, പക്ഷേ ഇതിനെ നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാര്യം ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ എല്ലാ ഐറ്റവും വേണം. ഇവിടെ ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ അതേ ഫോർമാറ്റ് ആയിരിക്കണം. ലെഫ്റ്റ് ലൈബിലിറ്റീസ്, റൈറ്റ് അസറ്റ്. സോ തന്നിരിക്കുന്ന അസറ്റ് എല്ലാം പോസ്റ്റ് ചെയ്തു. കണ്ടോ, ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ. ആ അസറ്റുകളെല്ലാം ആ എമൗണ്ട് പോസ്റ്റ് ചെയ്യുക. ഒരേ ഒരു ലൈബിലിറ്റിയേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ്. ആ ബാലൻസ് ഫിഗർ, അതായത് ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ഫിഗർ ക്യാപിറ്റൽ. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ച് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു 30,000. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000. ക്ലോസിംഗ് ക്യാപിറ്റൽ ഇപ്പൊ കിട്ടി 35,000. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കണേ. ഡ്യൂറിംഗ് ദ ഇയർ ഹി വിഡ്രോ 6,000 രൂപ ഡ്രോയിങ്സ് ഉണ്ട്. 6,000 രൂപ ഡ്രോയിങ്സ് ഉണ്ട് ഫോർ പേഴ്സണൽ പർപ്പസ് ആൻഡ് ബ്രോട്ട് ഇൻ 2,000 രൂപ കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്തതാണ്. അപ്പോൾ ഡ്രോയിങ്സും ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ ജോലി എന്തായിരുന്നു? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അത് നമ്മൾ ഭംഗിയായിട്ട് കണ്ടുപിടിച്ചു. ഇനി പഴയ കണക്കാണ്, ഒരു മാറ്റമില്ല. ഫസ്റ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതുക. ഫസ്റ്റ് എപ്പോഴും ഓർമ്മിക്കുക, നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നായിരിക്കണം. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി. പിന്നെന്താണ്? ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. ഫർദർ ക്യാപിറ്റൽ, വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നില്ലേ, അഡീഷണൽ ക്യാപിറ്റൽ വന്നില്ലേ, അത് ലെസ് ചെയ്യുക. അവസാനം ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9,000 രൂപ 9,000 ആണ് ആ വർഷത്തെ പ്രോഫിറ്റ് എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ അത് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്.
ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് വർക്കൗട്ട് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിരിക്കും, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് അധികം കാണും. ഓക്കെ,